നമസ്കാരം. കേരളം വ്യവസായ രംഗത്ത് കൈവരിച്ച അഭിമാന നേട്ടം, വ്യവസായ രംഗത്ത് ഒന്നാമതെത്തി എന്ന ആ അഭിമാനം, അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലൂടെ രാഷ്ട്രീയം പോലും കലർത്താതെ ശശി തരൂർ MP അദ്ദേഹം ഒരു ലേഖനത്തിലൂടെ വിശദീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് ശശി തരൂരിനെ കോൺഗ്രസുകാർ വലിയ രീതിയിൽ തന്നെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. സുധാകരനും സതീശനും സംഘവും ഒക്കെ വളരെ മോശമായ രീതിയിലാണ് ശശി തരൂരിനെതിരെ രംഗത്തേക്ക് വന്നത്. അവസാനം ശശി തരൂരിനെ അവർ പറഞ്ഞു കോൺഗ്രസ് വിരുദ്ധനാണ്, ഇപ്പൊ തന്നെ ഇദ്ദേഹം CPM-ലേക്ക് പോകും, ഇദ്ദേഹം BJP-യിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാർക്കിടയിൽ ശശി തരൂർ എന്ന് പറയുന്ന ട്രെൻഡ് അല്ലെങ്കിൽ ആ ട്രെൻഡ് സെക്ടർ ഇല്ലാതാക്കാൻ വേണ്ടി കുറെ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. അവസാനം ശശി തരൂരിന് ഹാലിളകി, അദ്ദേഹം ദേഷ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ഞാൻ ലേഖനം എഴുതിയതിൽ തെറ്റുകളുണ്ടെന്നാണല്ലോ VD സതീശനും സംഘവും ഒക്കെ പറയുന്നത്, എവിടെയാണ് തെറ്റ്? നിങ്ങൾ തരൂ, ആ കണക്കുകൾ എനിക്ക് തരൂ. ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ലേഖനം എഴുതിയത്, വസ്തുതകൾ നിരത്തിയാണ് ആ ലേഖനം എഴുതിയത്. ഞാൻ എഴുതിയ ലേഖനത്തിൽ എവിടെയാണ് തെറ്റെന്ന് നിങ്ങൾ പറയുമെന്നാണ് ചോദിച്ചത്. പക്ഷെ അതിന് മറുപടി പറയാൻ VD സതീശന് കഴിഞ്ഞില്ലല്ലോ. ഒരു ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ ആ ലേഖനത്തിൽ എവിടെയാണ് തെറ്റ് എന്ന് നമ്മൾ പറയണം, അല്ലെ? അല്ലാതെ ആ ലേഖനം മുഴുവൻ തെറ്റാണ്, ആ ലേഖനം മുഴുവൻ പെരുന്നുണയാണെന്ന് പറയുന്നത് കാര്യമില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് കേരളം എത്തി എന്ന് അദ്ദേഹം പറഞ്ഞത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അമേരിക്കയിലും സിംഗപ്പൂരിലും ഒക്കെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ 3 ദിവസം മിനിമം വേണം. പക്ഷേ നമ്മുടെ കേരളത്തിലാകട്ടെ 2 മിനിറ്റ് മതി എന്ന് അദ്ദേഹം പറഞ്ഞത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ശശി തരൂർ പറഞ്ഞത്. പക്ഷേ വിമർശനങ്ങൾ ഉയർത്തിയ VD സതീശൻ ഗ്യാങ്ങുമാകട്ടെ, അവർ ഈ വിഷയത്തിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് VD സതീശൻ സംഘവും രംഗത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ സത്യങ്ങൾ, വ്യവസായ രംഗത്തുണ്ടായ നേട്ടങ്ങൾ, അതൊക്കെ ശശി തരൂർ തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ ഇതുവരെ സംസ്ഥാനത്തിനെതിരായി പ്രതിപക്ഷ നേതാവും സുധാകരനും ഒക്കെ പറഞ്ഞു നടന്ന പെരുന്നുണ പൊളിഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിനെ രാഷ്ട്രീയം പോലും കലർത്താതെ ഒന്ന് സമീപിച്ചിരുന്നെങ്കിൽ, പ്രതിപക്ഷം സമീപിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായെന്നെ. അതായത് P രാജീവ് തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും ഒത്തുചേരണമെന്ന്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു വലിയൊരു കാര്യമല്ലേ, സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ, അത്തരം കാര്യങ്ങൾ എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? വരും, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും പങ്കാളിയാവില്ല എന്ന് ഒരു പ്രതിപക്ഷം പറയുന്നിടത്താണ് നമുക്ക് അവരുടെ അകത്ത് കിടക്കുന്ന ഒരു സംസ്ഥാന വിരുദ്ധത ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? ഒരു ഘട്ടത്തിൽ പോലും UDF ഭരിക്കുന്ന സമയത്ത് വരൂ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമം നടത്തുന്നത് P രാജീവ്. അദ്ദേഹം ഒരുപാട് നിക്ഷേപ സംഗമങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് വ്യവസായ രംഗത്ത് നടപ്പിലാക്കുന്ന പല പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെ? അതിൽ രാഷ്ട്രീയം പോലും നോക്കാതെ പല നേതാക്കളെയും അദ്ദേഹം പങ്കെടുപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ചില ആളുകൾ പങ്കെടുക്കാറുണ്ട്, ചില ആളുകൾ വിട്ടു നിൽക്കാറുണ്ട്. പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ സത്യത്തിൽ നന്നായി തന്നെ വ്യവസായ രംഗത്ത് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, വ്യവസായ രംഗത്തെ ഒന്നാമതാക്കാൻ വേണ്ടി P രാജീവും ഈ സംസ്ഥാന സർക്കാരും നടത്തുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ശശി തരൂരൊക്കെ വെട്ടിത്തുറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം അത്രത്തോളം പണിയെടുക്കുന്നുണ്ടെന്ന്. എവിടെയായിരുന്നു ഈസ് ഓഫ് ഡൂയിങ്ങിൽ നമ്മുടെ സ്ഥാനം? അവിടെ നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചുവെങ്കിൽ എത്രത്തോളം പണിയെടുത്ത് കാണും ഒരു സർക്കാർ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ സ്വന്തം സംസ്ഥാനത്തിനെ ഈ രീതിയിൽ ആക്ഷേപിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ശശി തരൂര് മൊത്തത്തിൽ ചെയ്യാത്ത, അതായത് അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ചില ആളുകളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റി എന്ന് മനസ്സിലായപ്പോൾ ശശി തരൂര് സ്വാഭാവികമായിട്ടും ഒന്ന് ഇടറി. അദ്ദേഹം ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെതിരെ ഇതുവരെ ഒരു രീതിയിലുള്ള ശബ്ദവും അദ്ദേഹം ഉയർത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സും അടുത്തു എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ? അദ്ദേഹം ഇനി ഈ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് പോകുമോ എന്ന് ഭയന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുകയാണ്. സതീശൻ, അതുപോലെ തന്നെ സുധാകരൻ, ഇവരൊക്കെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ആരുടെ അടുത്തേക്കാണ്? ശശി തരൂരിന്റെ അടുത്തേക്ക്. അതിനാരാണ് കോലും പിടിച്ച് മുന്നോട്ട് പോകുന്നത്? കുട്ടി സതീശൻ, രാഹുൽ മാങ്കൂട്ടം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് സുധാകരൻ പറയുന്നു, അയ്യോ പോലെ മോനെ ചതിക്കല്ലേ, ഹൈക്കമാൻഡ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. അവസാനം ഇവരാരും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് മനസ്സിലായപ്പോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയി കാല് പിടിച്ചു, മല്ലികാർജുൻ ഖർഗെ പോയി കാല് പിടിക്കുന്നു. അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് മാറുന്നില്ല കേട്ടോ. അദ്ദേഹം എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നത് ഞാൻ എഴുതിയ ലേഖനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു രീതിയിലുള്ള പൊരുത്തക്കേടുമില്ല, കണക്കുകൾ ശരിയാണ് എന്ന് തന്നെയാണ്. KC വേണുഗോപാലൊക്കെ മാധ്യമങ്ങളോട് പറയാണത് പുള്ളി ഇതിൽ തന്നെ ഉണ്ടാവും, കോൺഗ്രസിൽ തന്നെ ഉണ്ടാവും, കോൺഗ്രസിൽ നിന്ന് പോകില്ല. ഇവരൊക്കെ തന്നെയാണ് ഈ പറയുന്ന ശശി തരൂരിനെതിരെ ആളുകൾ ഇളക്കി വിടുന്നത്, അതായത് കോൺഗ്രസ്സുകാരെ ഇളക്കി വിടുന്നത്.
രാഹുൽ മാങ്കൂട്ടം ശശി തരൂരിനെതിരെ ഒരു ഒരു പ്രതിഷേധം നടത്തുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു വലിയ സ്റ്റേറ്റ് വാർത്തയാണോ? നാഷണൽ വാർത്തയല്ലേ? അത് ആർക്കാണ് കേടാവുന്നത്? കോൺഗ്രസിന് തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് ചെയ്യും എന്നുള്ളതാണ്. കേരളത്തിൽ കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾ ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യുന്നുണ്ട്. വി ഡി സതീശനോടൊക്കെ വാ തുറക്കാതിരിക്കാൻ പറയും, പഠിച്ച് മാത്രം എന്തെങ്കിലിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറയും എന്നുള്ളതാണ് പറയുന്നത്. സംസ്ഥാന വിരുദ്ധമായി സംസാരിക്കല്ലേ എന്നാണ് പറയുന്നത്. സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനുമെതിരെയൊക്കെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം ഹൈക്കമാൻഡിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ ശശി തരൂരിനെതിരെ വലിയ രീതിയിൽ തന്നെ ഒന്നും സംസാരിച്ച് നമ്മൾ കേൾക്കാത്തത്. നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവർ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തിനെ ഓർത്ത് അവിടെ ചെന്ന് വരുന്ന നിക്ഷേപകരെ ഓടിക്കരുത് എന്നുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത്. ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ ഇവർ കടന്നാക്രമിക്കുന്നതിന് വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2026 UDF അധികാരത്തിൽ വരും എന്നല്ല ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 പേരും വിചാരിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും കാര്യം പറയാം. മാത്രമല്ല ശശി തരൂരിന് വലിയ പിന്തുണ പല ആളുകളിൽ നിന്ന്, പല സാമുദായിക നേതാക്കളിൽ നിന്നൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ടെടുത്ത് വെക്കേണ്ടത് ശശി തരൂരിനെയാണ് എന്ന രീതിയിലുള്ള ഒരു സംസാരം ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ശശി തരൂരിനെ എങ്ങനെ വെട്ടിവീഴ്ത്താം എന്നായിരുന്നു ചെന്നിത്തലയും സതീശനും സുധാകരനും മുരളീധരനും, അതായത് മുഖ്യമന്ത്രി കോട്ടിട്ട് ഇരിക്കുന്ന എല്ലാവരും ആലോചിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ലേഖനം കിട്ടുന്നത്. ആ ലേഖനത്തിനെ മറ്റൊരു രീതിയിലേക്ക് വടക്കാക്കി അവർ അതിനെ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്ന രീതിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ എന്ത് സംഭവിച്ചു? അവസാനം ശശി തരൂർ ഹീറോ ആയി. ശശി തരൂരിനെ സീറോ ആക്കാൻ വേണ്ടി നടന്ന ആളുകളൊക്കെ സീറോ ആകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇമാതിരി അടിയും ഇടിയും തമ്മിത്തല്ലുള്ള ഒരു പാർട്ടി വേറെ ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ. കസേരയ്ക്ക് വേണ്ടി കളിക്കുന്ന ഓരോരോ കളികളെ, ആ കസേര കളിക്കിടയിൽ യാതൊന്നിനോടും ഒരു പ്രതിബദ്ധതയില്ല. എത്രയധികം ഒക്കെ പഴി കേട്ടാലും, എത്രയൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടിയാലും ഞങ്ങൾ നന്നാവില്ലപ്പ എന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നതാണ് സത്യത്തിൽ അതിശയമാണ് തോന്നുന്നത്. 2 വട്ടമായില്ലേ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പറയാൻ പോകുന്ന 2026 നിയമസഭാ ഇലക്ഷനിലും ഒരു സാധ്യതയും ഇല്ല എന്ന വസ്തുത നന്നായി തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന, വിശദീകരിക്കുന്ന നിരീക്ഷകർ പോലും ഇപ്പോഴേ പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? പ്രതിപക്ഷം പഠിക്കുന്നില്ല, പ്രതിപക്ഷം പ്രഹസന പക്ഷമായി മാറുന്നു, പ്രതിപക്ഷം അവരുടെ ധർമ്മം അവർ നിറവേറ്റുന്നില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ഒക്കെ കടക്കൽ കത്തിവെക്കുന്ന, നുണ പറയുന്ന ഒരു വലിയ ഗ്യാങ്ങിന്റെ ഒരു സംഗതിയാണ് എന്ന രീതിയിലേക്കൊക്കെ എത്തിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആശയപരമായിട്ട് എതിർക്കണമെന്ന് എല്ലാ കാലത്തും പ്രതിപക്ഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്ത് LDF ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ LDF ഒക്കെ എങ്ങനെയാണ് പ്രതിരോധിച്ചിട്ടുള്ളത്? ആശയപരമായിട്ട് പ്രതിരോധിക്കും അല്ലെ? നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കും. അത് LDF എല്ലാ കാലത്തും എക്കാലത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എല്ലാം മറിച്ചല്ല സംഭവിക്കുന്നത്. LDF സമരം ചെയ്തിട്ടുണ്ട്. എന്താ കാര്യത്തിലാണ് LDF സമരം ചെയ്തിട്ടുള്ളത്? LDF സമരം ചെയ്തേക്കുന്നത് ഇവർ കുറെ സ്ഥാപനങ്ങൾ, നമ്മുടെ പല സ്ഥാപനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമം നടത്തും UDF-കാർ. അപ്പൊ അത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരും. അതാണ് ഇവിടെ നടത്തിയിട്ടുള്ള സമരം. ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പെരുന്നുണയാണ് മെട്രോ ശരിക്കും വേണ്ട ഈ പറയുന്ന പോലെ ഇവിടെ നടക്കാതിരിക്കാൻ വേണ്ടി സമരം ചെയ്തവരാണ് LDF-കാരെന്ന്. മെട്രോമാൻ എന്താണ് പറഞ്ഞത്? LDF-ഉം P രാജീവും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവിടെ മെട്രോ വരില്ലായിരുന്നാണ് പറഞ്ഞത്. അപ്പോ ഇവർ ശരിക്കും വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് വോട്ടടയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് ഒരു വട്ടം കൂടി എന്നല്ല, പല വട്ടം കൂടി UDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഓരോ വട്ടം കഴിയും തോറും വട്ടമായി ബിഗ് സീറോ ആയി മാറല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വേറൊന്നും കൊണ്ടല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നല്ലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇവരൊക്കെ വന്നേ പിന്നെ അതില്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് കോൺഗ്രസ് ഏതാ BJP ഏതാ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് സതീശനും സുധാകരനും. കോൺഗ്രസിന്റെ ശാപം എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ അമരത്തിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാനം ഇറങ്ങുന്ന ആളുകളോട് ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇറങ്ങണം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് ആ പാർട്ടി വിടുന്ന ആളുകൾ പറയുന്നത്. ആ പാർട്ടിയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും ഒക്കെ ഇപ്പോൾ BJP-യിലാണ്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.